ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 110. ഇത് കൽക്കണ്ടമാണ്. ഭാഗം 110 ഇതു കൽക്കണ്ടമാണ് ഇവിടെ ആരംഭിക്കുന്നു. ഗുരുദേവൻ 1888 വക്കത്ത് സുബ്രഹ്മണ്യ പ്രതിഷ്ഠ നടത്തിയ ഒരു ക്ഷേത്രമുണ്ട്. വേലായുധൻ നട എന്നും ആ ക്ഷേത്രത്തിന് പേരുണ്ട്. ഗുരുദേവൻ കൂടെ ആ ക്ഷേത്രത്തിലെത്തി വിശ്രമിക്കുമായിരുന്നു. ആ വേലായുധൻ നടയ്ക്ക് സമീപത്തായിരുന്നു കൊച്ചുകൃഷ്ണൻ്റെ ചെറിയ ഭവനം നിന്നിരുന്നത്. അന്ന് കൊച്ചുകൃഷ്ണൻ കുട്ടിയായിരുന്നു. കുഞ്ഞുങ്ങൾ സാധാരണ സംസാരിച്ചു തുടങ്ങുന്ന പ്രായമേറെ കഴിഞ്ഞിട്ടും കൊച്ചുകൃഷ്ണൻ ഒന്നും സംസാരിച്ചു തുടങ്ങിയിരുന്നില്ല. അച്ഛൻ, അമ്മ എന്നുപോലും പറയുവാൻ അവന് സാധിച്ചിരുന്നില്ല. മാതാപിതാക്കൾ കൊച്ചു വാക്കുകൾ ഉച്ചരിച്ചും ചുണ്ടനക്കി കാണിച്ചും ആംഗ്യം കാട്ടിയുമൊക്കെ വളരെ നാൾ പരിശ്രമിച്ചിട്ടും കൊച്ചുകൃഷ്ണൻ ഒരു 2 അക്ഷര വാക്ക് പോലും പറഞ്ഞിരുന്നുമില്ല. മുക്കലും മൂളലും മാത്രമായിരുന്നു അവൻ്റെ ഭാഷ. അന്നൊരിക്കൽ ഗുരുദേവൻ വക്കത്ത് വേലായുധൻ നടയിൽ എത്തിയതറിഞ്ഞ് മാതാപിതാക്കൾ കൊച്ചുകൃഷ്ണനെയുമായി അവിടെ എത്തി. കുറച്ച് കൽക്കണ്ടം കാഴ്ചദ്രവ്യമായി സമർപ്പിച്ചിട്ട് അവർ തൃപ്പാദങ്ങളിൽ വീണ് തൊഴുത് സങ്കടം പറഞ്ഞു. ഗുരുദേവൻ അപ്പോൾ കൊച്ചുകൃഷ്ണനെ അടുത്തേക്ക് വിളിച്ചു. അവൻ ഓടിച്ചെന്നു. ഗുരുദേവൻ ഒരു ചെറിയ കഷ്ണം കൽക്കണ്ടം എടുത്ത് പിടിച്ചിട്ട് വായ തുറക്കാൻ പറഞ്ഞു. കൊച്ചുകൃഷ്ണൻ വായ തുറന്നു. ഗുരുദേവൻ ആ കൽക്കണ്ടം അവൻ്റെ വായിലിട്ട് കൊടുത്തു. അവൻ അത് മുഴുവൻ തിന്നു കഴിഞ്ഞപ്പോൾ ഗുരുദേവൻ വീണ്ടും ആദ്യത്തേതിനേക്കാൾ വലിയൊരു കൽക്കണ്ട കഷ്ണം എടുത്ത് അവനെ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് കൽക്കണ്ടമാണ്. നീ ഇതിൻ്റെ പേര് പറഞ്ഞാൽ ഇത് മുഴുവൻ നിനക്ക് തരും. അത് കേട്ടിട്ട് കൊച്ചുകൃഷ്ണൻ ഗുരുദേവനെ നോക്കി, പിന്നെ കൽക്കണ്ടത്തെയും നോക്കി. ഇങ്ങനെ പലതവണ മാറി മാറി നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഗുരുദേവൻ കൊച്ചുകൃഷ്ണൻ്റെ കൊച്ചു ശിരസിൽ തലോടിക്കൊണ്ട് കൽക്കണ്ടം കൽക്കണ്ടം എന്ന് 2-3 തവണ ആവർത്തിച്ച് ഉച്ചരിച്ചു. അല്പനേരം കഴിഞ്ഞപ്പോൾ കൊച്ചുകൃഷ്ണൻ വളരെ പ്രയാസപ്പെട്ട് കൽക്കണ്ടത്തിൻ്റെ ആദ്യത്തെയും 2ാമത്തെയും അക്ഷരങ്ങൾ അവ്യക്തമായി ഉച്ചരിച്ചു. അത് കേട്ട് ഗുരുദേവൻ ആ കൽക്കണ്ടം കൊച്ചുകൃഷ്ണൻ്റെ വായിലിട്ട് കൊടുത്തു. അത് തിന്നു തീരുന്നതിനിടയിൽ കൊച്ചുകൃഷ്ണൻ കൽക്കണ്ടം എന്ന് മുഴുവനും പറഞ്ഞു. അപ്പോൾ ഗുരുദേവൻ കൊച്ചുകൃഷ്ണനെ അനുഗ്രഹിച്ചുകൊണ്ട് അരുളി ചെയ്തു, സാരമില്ല, ഇവനിനി സംസാരിച്ചു കൊള്ളും. കൊച്ചുകൃഷ്ണൻ്റെ മാതാപിതാക്കളെ നോക്കി അങ്ങനെ പറഞ്ഞപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു കവിയുകയുണ്ടായി. പിന്നെ കൊച്ചുകൃഷ്ണൻ ഒരു സാധാരണ കുട്ടിയെപ്പോലെ സംസാരിച്ചു തുടങ്ങി. പിൽക്കാലത്ത് അധ്യാപക വൃത്തിയിൽ ചേർന്ന കൊച്ചുകൃഷ്ണൻ ആ രംഗത്ത് നന്നായി ശോഭിക്കുകയും ചെയ്തു. കരൾ നൊന്തു കരയുമ്പോൾ അരികത്തണയുവാൻ ഗുരുവല്ലാതാരുണ്ടു വേറെ, ഞങ്ങൾക്ക് ഗുരുവല്ലാതാരുണ്ടു വേറെ. നിഴൽ പോലെ ഞങ്ങളുടെ കൂടെ നടക്കുവാൻ ഗുരുവല്ലാതാരുണ്ടു വേറെ, ഞങ്ങൾക്ക് ഗുരുവല്ലാതാരുണ്ടു വേറെ. കരൾ നൊന്തു കരയുമ്പോൾ അരികത്തണയുവാൻ ഗുരുവല്ലാതാരുണ്ടു വേറെ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 110 ഇത് കൽക്കണ്ടമാണ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവനാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.